MT മനുഷ്യ കഥാനുഗായികയായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ തന്നെ മനുഷ്യ കഥാനുഗായികനായിട്ടുള്ള ഒരാളിനെ അറിയിക്കുന്നതാണ്. അതായത് വാസ്തുശില്പകലയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വലിയ പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ തൊട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി വെള്ളം കിട്ടാതെ മരിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആ വലിയൊരു അർത്ഥാന്തരങ്ങളിലേക്കാണ് ആ കഥ, ആദ്യത്തെ കഥ തന്നെ. പിന്നെ പള്ളിവാളും ചെലമ്പും പ്രസിദ്ധമാണ്. ഒരു വെളിച്ചപ്പാടിൻ്റെ വേദനകളുടെ ആഖ്യാനം. അങ്ങനെ എല്ലാത്തിലും മനുഷ്യ സ്പർശമുള്ള കഥകളാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് മനുഷ്യ സ്പർശത്തോടു കൂടി MT സ്പേസിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില വാക്കുകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ആദ്യ ഭാര്യയിലും രണ്ടാമത്തെ ഭാര്യയിലുമുള്ള മക്കൾ ചേർന്നിട്ട് അവർ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് ഏത് വശമാണ് ശരി? നമ്മൾ ഏത് വശത്തു കൂടിയാണ് ഇതിനെ കാണേണ്ടത്? മലയാളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ഭാഷകളിൽ MT വാസുദേവൻ നായർ വിശ്വസാഹിത്യകാരനാണെന്നുള്ളതിലോ MT വാസുദേവൻ നായരുടെ ഒരു കുലപതിയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ തർക്കമില്ല. പക്ഷേ ഒരു വിശ്വസാഹിത്യകാരനായതുകൊണ്ട് ഒരാളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞതിനകത്തിൽ ന്യായമില്ല. പ്രശസ്ത തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ T ദാമോദരൻ്റെ മകളാണ് ദീദി ദാമോദരൻ. അവർ അത്തരത്തിലുള്ള വിവാദം ക്ഷണിച്ചു വരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു സ്ത്രീയാണെന്ന്, അല്ലെ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരും പറയുമെന്നും തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു MT മരിച്ച 1 വർഷത്തിന് ശേഷം പുസ്തകം ഇറങ്ങിയിരിക്കുന്നു? അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ MT വാസുദേവൻ നായരുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയെ പറ്റിയോ മകൾ അശ്വതിയെ പറ്റിയോ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഈ പുസ്തകം MT സ്പേസ് എന്ന് പറയുന്ന പുസ്തകം ആ പേര് പോലെ തന്നെ അന്വർത്ഥമാണ് ആ പുസ്തകത്തിലെ കണ്ടൻറ്റും. അപ്പം സ്വാഭാവികമായിട്ടും MT വാസുദേവൻ നായർ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു മകളുടെ, അശ്വതിയുടെ ഒരു സ്വാർത്ഥത മാത്രമാണ് ഈ വിവാദത്തിന് പിന്നിൽ. കാരണം രണ്ടുപേരും അല്ല, നമ്മൾ അവിടെയാണ് പറഞ്ഞു വരുന്നത്. MT വാസുദേവൻ നായർക്ക് 2 ഭാര്യയും 2 പെൺമക്കളും. പക്ഷേ ഈ സിതാര എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് അശ്വതി എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമുണ്ട്. അല്ലെ, അശ്വതി MTയുടെ കൂടെ ഇരിക്കുന്ന മമ്മൂട്ടി MTയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഇടതുവശത്തോ വലതുവശത്തോ അശ്വതി ഉണ്ടാകും. മോഹൻലാൽ വീട്ടിൽ വരുമ്പോൾ അശ്വതി ഉണ്ടാകും. മുഖ്യമന്ത്രി വീട്ടിൽ വരുമ്പോൾ അശ്വതി ഉണ്ടാകും. MT പത്രസമ്മേളനം നടത്തുമ്പോൾ അശ്വതി ഉണ്ടാകും. MT ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ അശ്വതി ഉണ്ടാകും. ആദ്യ മകളായ സിതാര ഇവിടെ, ആദ്യ ഭാര്യയായ പ്രമീള നായർ. ആ പ്രമീള നായരെ പറ്റി പലപ്പോഴും നമ്മൾ ഒരു വലിയ വ്യക്തിത്വം സാഹിത്യത്തിലായാലും സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും വളർന്ന ഒരു വലിയ വൃക്ഷമായി കഴിയുമ്പോൾ അതിന് ആ വൃക്ഷം ത്തിന് കീഴിൽ നിൽക്കുന്ന, അല്ലെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ അവരുടെ പിന്നാമ്പുറങ്ങളിലേക്കോ, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള സമൂഹത്തിലെ അവർ കാണിച്ചിട്ടുള്ള മനുഷ്യത്വപരമല്ലാത്ത നിലപാടുകളെ പറ്റിയോ, അവർ സാഹിത്യത്തിൽ കൂടി എഴുത്തിൽ കൂടി എഴുതിയിട്ടുള്ള മാനവികതയെ പറ്റിയോ, അല്ലെ അതിനകത്തിൽ എഴുത്തിൽ കൂടി എഴുതിയിട്ടുള്ള മഹത്തായ ആദർശങ്ങളെ പറ്റിയോ ആശയങ്ങളെ പറ്റിയോ മാത്രം നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ആ വ്യക്തിയെ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. നമുക്കത് ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അദ്ദേഹം അത്രമാത്രം ഒരു കുലപതിയാണ്. പക്ഷേ ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നത് MT വാസുദേവൻ നായർ വിമർശിക്കപ്പെടാൻ അർഹതയില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരു പുസ്തകം അശ്വതിയുടെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാനും സിതാരയും. ആദ്യമായിട്ടാണ് അശ്വതി പറയുന്നത്, ഞങ്ങൾ മക്കൾ അശ്വതി, ഞാനും സിതാരയും എന്ന് പറയുന്നത്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് അവർ ഇൻ്റർവ്യൂ പറയുന്നത്. അവർ ഇത്രയും കാലത്ത് ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ സിതാരയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവർ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ അവരുടെ അമ്മയുടെ അല്ലാതെ ഈ 26 വർഷം മുമ്പ് മരണമടഞ്ഞ പ്രമീള നായരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവരെങ്ങനെ ഈ രണ്ടാമത്തെ സ്ത്രീ
എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി, അതിനു മുമ്പ് ഇവരെ എങ്ങനെ MD അവിടുന്ന് പുറന്തള്ളി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും മലയാളികൾ തിരക്കാനും പോയിട്ടില്ല, മലയാളികൾ അതിൻ്റെ പുറകെ പോയിട്ടുമില്ല. പക്ഷെ അവർ സാഹിത്യത്തിൽ അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തിത്വമായിരുന്നു. ഇദ്ദേഹത്തിൻ്റേത് ആയിട്ടുള്ള പല കൃതികളും അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സ്വന്തമായി പുസ്തകം എഴുതിയിട്ടുണ്ട്. അവർ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് പോലും അവരോട് നീതി പുലർത്താൻ തയ്യാറാവാത്ത വ്യക്തിത്വമാണ് MD വാസുദേവൻ നായർ. നമ്മളിപ്പോൾ ഒരു വ്യക്തി, അത് മഹാനടനാണെങ്കിലും മഹാസാഹിത്യകാരനാണെങ്കിലും, അദ്ദേഹം ചെയ്തതിനകത്തിലെ ശരിയും തെറ്റും നന്മയും തിന്മയും ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടുന്നുമില്ല. അവരെ നമ്മളെ വിമർശിച്ചതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി അവരോടൊരു പല പ്രമുഖരായിട്ടുള്ള പല മാധ്യമങ്ങൾക്ക് അവർക്ക് അശ്വതി കൊടുത്ത ഇൻ്റർവ്യൂവിലും അശ്വതിയോട് ചോദിക്കുന്നുണ്ട്, ഇതിലെവിടെയാണ് നിങ്ങൾ ഇതിനകത്തിൽ ഒരു കുഴപ്പം കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കതിന് മറുപടിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് നിയമപരമായി നേരിടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഞങ്ങൾക്കൊരു ലീഗൽ ടീമുണ്ട്, ആ ലീഗൽ ടീമുമായി ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ, പിന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകത്തിൻ്റെ വിൽപ്പനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പുസ്തകം അമിതമായി വിറ്റഴിയപ്പെട്ടു പോകാൻ വേണ്ടി ഈ എഴുത്തുകാർ അല്ലെങ്കിൽ പ്രസാധകർ കാണിക്കുന്ന ഒരു നിക്ഷിപ്ത താല്പര്യമാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെന്ന്. അത് തെറ്റാണ്. കാരണം ഈ പുസ്തകത്തിൻ്റെ രചയിതാക്കളോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരോ ഒന്നും തന്നെ ഒരിക്കൽ പോലും ഈ പുസ്തകത്തെ വിവാദമാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് ഇത്രയും വിവാദമാക്കിയത് MD വാസുദേവൻ നായരുടെ മകളായ അശ്വതി മാത്രമാണ്. സിതാരയെ പറ്റി അവർ പറയുമ്പോഴും സിതാരയുടെ ഒരു ബൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. സിതാരയുടെ ഒരു ഇൻ്റർവ്യൂ അവർ വിദേശത്താണെന്ന് പറയുമ്പോഴും അവർക്ക് വേണമെങ്കിൽ വിദേശത്തിരുന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ അശ്വതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ വേണമെങ്കിൽ ഇവരെ വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ഇവരെ ഇവിടുത്തെ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തുള്ള പ്രമുഖരുമായി സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടാവും. പക്ഷേ എന്നിട്ടൊന്നും അതൊന്നും തന്നെ ഇതിനകത്തിൽ യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, MT സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ 5 വിരൽ കൂടാതെ എഴുതാൻ ഉപയോഗിക്കുന്ന തൂലികയ്ക്കാണ് ഈ ആറാം വിരൽ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ബാഷ്പീകൃതമായതുപോലെ ഈ സിതാര തമസ്കൃതമായിട്ടുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, പിന്നെ അതിനകത്തിൽ പ്രധാനമായും സിതാരയെ പറ്റിയോ അല്ലെങ്കിൽ അശ്വതിയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല അതിനകത്ത് പ്രധാനം. ഇതിനകത്ത് അവരെ വേദനിപ്പിക്കുന്ന, ഈ അശ്വതിയെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ MD വാസുദേവൻ നായരുടെ അവകാശികളെന്ന ഊറ്റം കൊള്ളുന്നവരുടെ മുഖം മൂടികൾ കുറച്ചൊക്കെ പുറത്തേക്ക് ചിന്തിക്കുന്നവരിൽ സത്യസന്ധമായ ഒരു അനലൈസിലേക്ക് പോകുന്ന ഒരു ഘട്ടമായതുകൊണ്ട് മാത്രമാണ് അശ്വതി ഇതിനെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിനകത്തിൽ ഒരു കാവ്യനീതിയുണ്ട്. കാരണം നമ്മൾ ചില സത്യങ്ങൾ എത്ര കാലം മൂടപ്പെട്ട് വെച്ചാലും ആ സത്യങ്ങൾ ഒരിക്കൽ അനാവരണം ചെയ്ത് പുറത്തു വരും എന്നുള്ളതാണ്. കാരണം MD വാസുദേവൻ നായർ ഇപ്പം സാധാരണ ഇപ്പം നമ്മളിപ്പം നിരന്തരമായി പത്രം വായിക്കുന്നവർക്കോ സാഹിത്യപരമായ അഭിരുചിയുള്ളവർക്കോ സാഹിത്യപരമായ സൃഷ്ടികൾ കൂടുതൽ വായിക്കാൻ മെനക്കെടുന്നവർക്കോ ഒക്കെ തന്നെ മാത്രമേ അറിയത്തുള്ളൂ MD വാസുദേവൻ നായർക്ക് ആദ്യ ഭാര്യ പ്രമീള നായരായിരുന്നെന്നും പ്രമീള നായർ 26 വർഷം മുമ്പ് മരണപ്പെട്ട ആളായിരുന്നുവെന്നും പ്രമീള നായർ MDയുടെ പല സാഹിത്യ സൃഷ്ടികളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ MD വാസുദേവൻ നായരുടെ കൃതികൾ കൂടി കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മറുവിഭാഗത്തിന് അറിയില്ല. എന്തായാലും ഇപ്പം കേരളത്തിലെ എല്ലാ മനുഷ്യരും, മലയാള ഭാഷ അറിയാവുന്ന എല്ലാ മനുഷ്യരും അറിഞ്ഞു പ്രമീള നായർ എന്ന് പറയുന്നതായിരുന്നു MDയുടെ ഭാര്യ. അശ്വതി മാത്രമല്ല MDയുടെ മകൾ, സിതാരയും MDയുടെ മകളാണെന്നും MD വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷം, ഒരു വലിയ മഹാമേരു അല്ലെ മഹാപ്രതിഭ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് നീതി പുലർത്തിയിട്ടുള്ള ആളല്ല എന്നും ഒക്കെ കാവ്യരീതി നടപ്പിലായി എന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കൂ. അശ്വതി നായർ നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സംഭാഷണം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അതായത് അദ്ദേഹം എന്തുകൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് അശ്വതി നായർ പറഞ്ഞത്,
അതായത് പ്രമീള നായരുടെ ഒപ്പമുള്ള ജീവിതത്തിനിടയിൽ പലപ്പോഴും അച്ഛൻ പറഞ്ഞിരുന്നു, ഇവരെന്നില്ല പറഞ്ഞിരുന്നതായി ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു സ്വൈരവും ഇല്ലാണ്ടായി. അപ്പോൾ MTയുടെ പരാതിയും കൂടെ പറയാം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അന്ന് പറഞ്ഞ പരാതി, അദ്ദേഹത്തെ ഭാര്യ മനസ്സിലാക്കുന്നില്ല. പല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെയും സാധാരണ ഒരു പ്രശ്നമാണ് ദാമ്പത്യ പ്രശ്നം, പരസ്പരം മനസ്സിലാക്കുന്നില്ല. ആ ഒരു പ്രദർശനം തന്നെ MTയുടെ ദാമ്പത്യത്തിലും ആദ്യത്തെ ദാമ്പത്യത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് അശ്വതി പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച. അശ്വതിയുടെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് പരിശോധിച്ചാലും അശ്വതി പറയുന്ന കാര്യങ്ങൾ, അശ്വതിയെ ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ MD വാസുദേവൻ നായരുടെ മകൾ എന്നുള്ള നിലയിലോ അംഗീകരിക്കുമ്പോഴും, അല്ലെങ്കിൽ അശ്വതി ഒരു നർത്തകി എന്നുള്ള നിലയിലോ ഒക്കെ അംഗീകരിക്കുമ്പോഴും, അശ്വതി MDയുടെ മൊണോപ്പൊളിയായിട്ട് ഈ MD വാസുദേവൻ നായരുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുടർച്ചാവകാശി താൻ മാത്രമാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഒരു മകളാണ്. അത് തെറ്റു പറയാൻ പറ്റത്തില്ല, സ്വാർത്ഥത ഉണ്ടാകാം. ഒരു വലിയ അച്ഛന് ഒരു 2-3 മക്കൾ ഉണ്ടാകുമ്പോൾ ഞാനാണ് യഥാർത്ഥ അവകാശി എന്ന് പറയുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാം. പക്ഷെ അവരോട് പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ എന്ത് തെറ്റാണുള്ളത്? അവർ ഈ പുസ്തകത്തിലെ ഏതെങ്കിലും തെറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് MD എങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം പല പ്രമുഖരായിട്ടുള്ള ജേർണലിസ്റ്റുകളും അവരോട് ചോദിച്ചു. അവർ ഈ പുസ്തകത്തിൽ MD എങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നവർ പറഞ്ഞിട്ടില്ല. അപ്പം അവർ പറയുന്നതെല്ലാം അവർ ചില ക്ലീഷേ ആയിട്ടുള്ള ചില ഉത്തരങ്ങൾ മാത്രം നൽകിക്കൊണ്ട് അവർ വളരെ, എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് ഈ MD വാസുദേവൻ നായരുടെ മകളെ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ പോലും അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, വളരെ തന്ത്രപരമായി, വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി, വളരെ കണ്ണിങ്ങായി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് MD വാസുദേവൻ നായരുടെ 2 മക്കളുടെ ഇളയ മകളായ അശ്വതി. അശ്വതി പറയുന്ന പല കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള നീതീകരണവും ഇല്ലാത്ത കാര്യങ്ങളാണ്. MDയെ പറ്റി ദീദി ദാമോദരനും HB കുട്ടിയും ചേർന്ന് ഇറക്കിയിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തെ വിമർശിക്കാൻ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കേട്ടറിവ് മാത്രമുള്ള അശ്വതിക്ക് യാതൊരു വിധമായ ധാർമ്മികമായ അവകാശവുമില്ല. MD വാസുദേവൻ നായർ ആദ്യ ഭാര്യ പ്രമീള നായരോട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അദ്ദേഹത്തിനോട് അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ ടി ദാമോദരനെ പോലെ, എനിക്ക് തോന്നുന്നു ഈ ടി ദാമോദരൻ്റെ കുടുംബവുമായിട്ട് MD വാസുദേവൻ നായരുടെ കുടുംബത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ദീദി പലപ്പോഴും ഇൻ്റർവ്യൂവിലെല്ലാം പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി ഞാൻ കേട്ടറിവ് കൊണ്ട് മാത്രമല്ല ഞാൻ ഈ പുസ്തകം എഴുതിയതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 പേരും ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്നവരുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം വിറ്റഴിക്കപ്പെടേണ്ടതാണ്, ഈ പുസ്തകം ആളുകൾ വായിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിനെതിരെ നടത്തുന്ന വിമർശനങ്ങളെ മലയാള സമൂഹം പുച്ഛത്തോടെ തള്ളേണ്ടതുമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.